റിപ്പോർട്ടഡ് ബ്രേക്കിംഗ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഞ്ചാവ് പിടികൂടിയതിൽ കേസെടുത്ത് പോലീസ്. 8-ാം നമ്പർ ബ്ലോക്കിലെ തടവുകാരൻ അയ്യപ്പനെതിരെയാണ് കേസ്. ഇയാളിൽ നിന്ന് കഞ്ചാവ് ബീഡി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. 4-ാം നമ്പർ ബ്ലോക്കിന് സമീപത്തു നിന്നും കഞ്ചാവ് കണ്ടെത്തിയിരുന്നു. ഇതിലും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കഞ്ചാവിന് പുറമെ മൊബൈൽ ഫോൺ, ബാറ്ററി, കത്രിക, ചെറിയ കത്തി എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. സന്ദ്ര സജു വിവരങ്ങളുമായി ചേരുകയാണ്. സന്ദ്ര, ജയിലിൽ കിട്ടാത്തതൊന്നുമില്ല എന്ന് പറയുന്നത് വെറുതെയല്ല. അമാതു, അത് തന്നെയാണ് നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ ജയിലിലോ പോയി ഇനി എവിടെയെങ്കിലും കിടന്ന് നന്നായിക്കോട്ടെ എന്നുള്ള തോന്നലൊന്നുമല്ല, അതിനകത്തും ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്ന സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയും അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയും ഒക്കെയായിട്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സെൻട്രൽ ജയിലുകളിൽ ഒരു പരിശോധന നടന്നിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ആ പരിശോധന. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും അതുപോലെ തന്നെ കണ്ണൂരും വിയൂരും ഒക്കെ ഈ പരിശോധന നടന്നിരുന്നു. അത്തരത്തിലൊരു പരിശോധന നടത്തിയപ്പോഴാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പൂജപ്പുര പോലീസാണ് ഈ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതിലൊന്ന് ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലെ 8-ാം ബ്ലോക്കിൽ കഴിയുന്ന തടവുകാരനായ അയ്യപ്പനെതിരെ. അയ്യപ്പൻ തിരുവനന്തപുരം സ്വദേശിയാണ്, തിരുവനന്തപുരം മംഗലപുരം സ്വദേശിയാണ്. ഈ അയ്യപ്പന്റെ കയ്യിൽ നിന്നും കഞ്ചാവ് ബീഡി പോലീസ് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ ഈ പരിശോധന നടന്ന സമയത്ത്. അങ്ങനെയാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ബ്ലോക്കിന്റെ മറ്റു ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 4-ാം ബ്ലോക്കിന്റെ സമീപത്ത് നിന്ന് ചെറിയ അളവിൽ കഞ്ചാവും അതുപോലെ തന്നെ കത്രിക, മൊബൈലിന്റെ ബാറ്ററി, ചെറിയ കത്തി, ഇങ്ങനെ സാധനങ്ങളൊക്കെ തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 എഫ്ഐആറുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നമുക്കറിയാം, അത് സംസ്ഥാനത്ത് ആകെ വലിയ രീതിയിലുള്ള പരിശോധന നടന്നു വരികയാണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ജയിലുകളിലും ഇപ്പോഴും ഈ നിരോധിത മേഖലയാണ്, പക്ഷെ എങ്കിൽ പോലും അവിടെയും ഈ ലഹരി കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ ലഹരി പല ആളുകളുടെയും കയ്യിലുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പരിശോധന നടന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ മാത്രമാണ് പരിശോധന നടന്നിട്ടുള്ളത്. മറ്റ് ജയിലിൽ കൂടി തൂഫാൻ ഓപ്പറേഷന്റെ ഭാഗമായി തന്നെ ഈ പരിശോധന നടക്കും എന്നുകൂടിയാണ് മധു നമ്മൾ എന്തായാലും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സന്ദ്ര സജുവാണ് വിവരങ്ങൾ നൽകിയത്.